ഹലോ ഫ്രണ്ട്സ്, ഇപ്പം മണി 4 മണിയായി. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരു ഡൗട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ വീട്ടിൽ എന്തെങ്കിലും കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്ന ഐഡിയ എന്തെങ്കിലും തോന്നുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയാണ് ഇങ്ങനെ കുറച്ച് ഐറ്റംസ്, ധാന്യങ്ങളൊക്കെ ഐറ്റംസ് ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ അത് കുറച്ച് സൺഫ്ലവർ ഓയിൽ, എന്തെങ്കിലും ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇരിക്കുമല്ലോ. എന്നിട്ട് ഒരു ചെറിയ കോർക്ക് വെച്ചൊക്കെ അടച്ച് ചെറിയൊരു ടാഗൊക്കെ ഇട്ടിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു സോൾ ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞ ആൾക്ക് ഒരു ഐറ്റംസ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ സംഭവം ഫില്ലൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ മേളിൽ ഏറ്റവും മേളിൽ പോപ്കോണിൻ്റെ കോൺ നിറയ്ക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അത് ഞാൻ കടയിൽ ചെന്ന് ഇറക്കിയപ്പോൾ 1 കിലോയ്ക്ക് അത് നല്ല റേറ്റാണ്. 1 കിലോയ്ക്ക് ഒരു നല്ല റേറ്റ് ആയതുകൊണ്ട് എനിക്ക് അത്ര ആവശ്യമില്ല. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം കുറച്ച് ലൂസായിട്ട് ഇത് കിട്ടുമെങ്കിൽ അപ്പോൾ ഫില്ല് ചെയ്യാന്ന് വെച്ചിട്ട് ഞാനിത് വെച്ചിട്ട് പിന്നെ ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. പിന്നെ ഇന്നാണ് ഞാൻ എടുത്തപ്പം ഒരു 2 മാസത്തോളമായി. അപ്പോൾ ഇന്നെടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ചും പ്രാണികളുണ്ട്. നല്ലപോലെ പ്രാണികളും പുഴുക്കളും ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഇത് ക്യാമറയിൽ കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു എന്നുള്ളത്. കാരണം ഞാൻ നല്ല ട്രൈ ചെയ്ത ധാന്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇട്ടത്, കുപ്പിക്കകത്തിട്ടത്. ഇത് നല്ല എയർ ടൈറ്റാണ്, ഇതിൻ്റെ അകത്തോട്ട് എയർ കയറുന്നില്ല. അപ്പം ഈ ഒരു സൃഷ്ടി നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെയിലും ഫീമെയിലും വേണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ സൃഷ്ടി ഉണ്ടായെന്നുള്ളതാണ്. അല്ല പിന്നെ ഓൾറെഡി ഈ പറയുന്ന ധാന്യങ്ങളുടെ അകത്ത് ഈ പുഴുണ്ടാകാനുള്ള അതിൻ്റെ മുട്ട എന്തെങ്കിലും കാണും. അങ്ങനെ എന്തെങ്കിലും ഈ വെജിറ്റേറിയൻസ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന ഒരു വെജിറ്റേറിയൻസ് ആണോ കഴിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ മാംസമല്ലേ, അപ്പോൾ ഇത് മാംസാഹാരത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പോൾ അങ്ങനെ വെജിറ്റേറിയൻസ് കഴിക്കുന്നവർ അത് വെജിറ്റേറിയൻ അല്ലല്ലോ കഴിക്കുന്നത്. അതെൻ്റെ 2ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം, ഇതിലെങ്ങനെ സൃഷ്ടി നടന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ദൈവമാണ് സൃഷ്ടി നടത്തുന്നതെന്നാണല്ലോ. അപ്പം ഇതിൽ ദൈവമുണ്ടോ? 3ാമത്തെ ചോദ്യം. 4ാമത്തെ ചോദ്യം, സാധാരണ പഞ്ചഭൂതങ്ങൾ ചേർന്നിട്ടായിരിക്കും സൃഷ്ടി നടക്കുന്നത്. എൻ്റെ ഒരു കണക്ക് കൂട്ടലാണ് ആലോചിച്ചിട്ട്. അപ്പം വായു, ജലം, അഗ്നി അങ്ങനെ എല്ലാം ചേർന്നിട്ടാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ഇത് 5ഉം ഇതിൻ്റെ അകത്ത് ഒന്നല്ലേ കാണും. ഈ പറഞ്ഞ ഇതിൻ്റെ അകത്തുള്ള വായുവും ജലവും അഗ്നിയും എല്ലാം കൂടെ ചേർന്നിട്ട് പുതിയ സൃഷ്ടി ഇതിൻ്റെ അകത്ത് ഉണ്ടായതായിരിക്കും. അപ്പം അങ്ങനെ സൃഷ്ടി ഉണ്ടാകും. അപ്പം നമ്മൾ ദൈവം ഇല്ലാതെ പുതിയ പുതിയ സൃഷ്ടികൾ ഇങ്ങനെ ഉണ്ടാകും. കാരണം മെയിലും ഫീമെയിലും ഇല്ലാതെ ഇതിൻ്റെ അകത്ത് തന്നെ സൃഷ്ടി നടക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇത് കാണുന്നവർ വലിയ അറിവുള്ളവരൊക്കെ കാണുമല്ലോ. അപ്പം അതിനുള്ള മറുപടി കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.